അപ്പോൾ നമ്മൾ അടുത്തൊരു ക്ലാസ്സിലേക്ക് പോവുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശുക്രനെ കുറിച്ചിട്ടാണ്. സൂര്യനിൽ നിന്നും ശുക്രനിലേക്കുള്ള അകലം എത്രയാണെന്ന് ചോദിച്ചാൽ 0.72 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഭ്രമണകാലവും പരിക്രമണകാലവും അതാണ് നിങ്ങൾ നോക്കുക. ഭ്രമണകാലവും പരിക്രമണകാലവും എന്താണ് ഭ്രമണകാലം? നമ്മൾ നേരത്തെ പഠിച്ചു. സ്വയം അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതാണ് ഭ്രമണം എന്ന് വിളിക്കുന്നത്, അല്ലേ? സൂര്യനെ വലം വയ്ക്കുന്നതിന് നമ്മൾ എന്ത് വിളിക്കുന്നത്? പരിക്രമണം എന്ന് വിളിക്കുന്നത്, അല്ലേ? എന്ന് വെച്ചാൽ സ്വയം അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങാൻ 243 ദിവസം. ശുക്രനിലെ ഒരു ദിവസം എന്ന് പറയുന്നത് 243 ഭൗമദിനങ്ങളാണ്. ശുക്രനിലെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ സൂര്യനെ വലം വയ്ക്കാൻ വേണ്ടി എടുക്കുന്നത് 225 ഭൗമദിനങ്ങളാണ്. ശുക്രനിലെ ഒരു വർഷം എന്ന് പറയുന്നത് ഭൂമിയിലെ 225 ദിവസം മാത്രമേ ഉള്ളൂ. എന്നാൽ ശുക്രനിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭൂമിയിലെ 243 ദിവസമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യമുണ്ട്, PSC പരീക്ഷയിൽ ചോദിച്ചാണ്. ഇതാണല്ലോ ദിവസം എന്ന് പറയുന്നത്. ഭ്രമണത്തിന്റെ ഫലമായിട്ടാണ് ദിവസമാണ്. പരിക്രമണത്തിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും? വർഷമുണ്ടാവും. അതാണ് ദിവസത്തിന് വർഷത്തേക്കാൾ ദൈർഘ്യമെന്ന്. വർഷം എന്ന് പറയുന്നത് 225 ദിവസമാണ്. ദിവസം എന്ന് പറയുന്നത് എത്ര? 243 ദിവസം വന്നു. ദിവസത്തിന് വർഷത്തേക്കാൾ ദൈർഘ്യം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ശുക്രനാണ്. അപ്പോൾ ഓർത്തിരിക്കുക. ഇപ്പോൾ ശുക്രനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആണ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം. സൂര്യൻ ഇവിടെ നിൽക്കുന്നു, തൊട്ടപ്പുറത്ത് ആരാണ്? ബുധനാണ്. എൻ്റെ തൊട്ടപ്പുറത്താണ് ശുക്രൻ. അപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത് നമ്മുടെ ബുധനാണ് നിൽക്കുന്നത് എങ്കിലും ഏറ്റവും കൂടുതൽ ചൂട് എവിടെയാണ്? ശുക്രനിലാണ്. അതാദ്യം മനസ്സിലാക്കി വെച്ചേക്കുക. ഇപ്പോൾ ചൂട് കൂടിയ ഗ്രഹം എന്ന് ചോദിച്ചാൽ ഏതാണ്? ശുക്രനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹരിതഗ്രഹ പ്രഭാവം അനുഭവപ്പെടുന്നു. ഗ്രീൻ ഹൗസ് എഫക്റ്റ് പ്രധാനപ്പെട്ട ചോദ്യം PSC ചോദിച്ചാണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമായ പ്രധാനപ്പെട്ട വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എവിടെ കൂടുതലാണ്? ശുക്രനിൽ കൂടുതലാണ്. അപ്പോൾ അവിടേക്ക് വരുന്ന സൂര്യപ്രകാശം എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെയറുകളിൽ തട്ടി അവിടേക്ക് തന്നെ പ്രതിഫലിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ചൂട്. അതുപോലെ തന്നെ തിളക്കമുള്ള ഗ്രഹം. എന്നാൽ തിളക്കമുള്ള നക്ഷത്രം ഏതാണ്? സിറിയസ് ആണ്. സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം. ആരർത്ഥത്തിലാണ് തിളക്കമുള്ള ഗ്രഹം എന്ന് പറയുന്നത്? അപ്പോൾ തിളക്കമുള്ള ഗ്രഹം ശുക്രനാണ്. എന്നാൽ തിളക്കമുള്ള നക്ഷത്രം എന്നറിയപ്പെടുന്നത് സിറിയസ് ആണ്. തിളക്കമുള്ള നക്ഷത്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? സിറിയസ് ആണ്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതാണ് കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ഗ്രഹം. നമ്മൾ നേരത്തെ പഠിച്ചു പരിക്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹമാണ് ബുധൻ. എന്നാൽ ഭ്രമണ വേഗത ഏറ്റവും കുറവ് ശുക്രനാണ്. എന്നാൽ ഭ്രമണ വേഗത ഏറ്റവും കൂടുതൽ ആർക്കാണെന്ന് ചോദിച്ചാൽ വ്യാഴമാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പരിക്രമണത്തിനേക്കാൾ ഭ്രമണത്തിന് സമയമെടുക്കുന്ന ഗ്രഹം വർഷത്തിനേക്കാൾ ദൈർഘ്യം ദിവസത്തിനാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ചോദ്യം PSCയുടെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദിവസത്തിന് വർഷത്തേക്കാൾ ദൈർഘ്യം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ശുക്രനാണ്. ഭ്രമണ വേഗത ഏറ്റവും കുറവുള്ള ഗ്രഹം എന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്? ശുക്രനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ദിവസത്തിന് വർഷത്തേക്കാൾ ദൈർഘ്യം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ചോദ്യമുണ്ട്, ഏറ്റവും ദൈർഘ്യം കൂടിയ ദിനരാത്രങ്ങൾ ഉള്ള ഗ്രഹം എന്ന് ചോദിക്കുക. ഇപ്പോൾ ദിവസത്തിന് അല്ലെങ്കിൽ ദിനരാത്രങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ശുക്രനാണ്. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങളിൽ ഒന്നാണ്. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങളെ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ബുധനും ശുക്രനുമാണ് ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ. അതുപോലെ തന്നെ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. കാരണം നമുക്കറിയാം ഭൂമിയിൽ ഇങ്ങനെ ചൂട് കൂടി വരികയാണ്. കാര്യം എന്താ? ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല പല നീരാവി, ഓസോൺ, വാതകം, അങ്ങനെയൊക്കെയുള്ള പല വാതകങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ അളവ് കൂടുതലായതുകൊണ്ട് ചൂട് കൂടി വരുവാണ്. ഭൂമിയെ കൂടാതെ ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്ന ഗ്രഹം വെച്ചാലും ഇത് തന്നെയാണ്? ശുക്രൻ തന്നെയാണ്. നമ്മുടെ ഭൂമിയുടെ ഇരട്ട. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സൂര്യൻ്റെ അരിമ. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ശുക്രനാണ്. അടുത്ത പോയിന്റാണ് മാരകമായ ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. എന്തുകൊണ്ടാണ് ഈ മാരകമായ ഗ്രഹം എന്നറിയപ്പെടാൻ കാരണം? സൾഫ്യൂരിക് ആസിഡിന്റെ സാന്നിധ്യം കാണപ്പെടുന്നതിനാണ്. ഇവിടുത്തെ അന്തരീക്ഷത്തിൽ സൾഫ്യൂരിക് ആസിഡിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് മാരകമായ ഗ്രഹം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ബുധനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു റോമക്കാരുടെ സന്ദേശദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് ബുധൻ. എന്നാൽ ഇവിടെ റോമക്കാരുടെ പ്രണയദേവതയുടെ പേരിൽ, റോമൻ ഗോഡസ് ഓഫ് ബ്യൂട്ടി ആൻഡ് ലവ്, റോമക്കാരുടെ പ്രണയദേവതയുടെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ശുക്രനാണ്. ഇങ്ങനൊരു ചോദ്യമുണ്ട്. സാധാരണ എല്ലാം ദേവന്മാരുടെ പേരിലാണ് ഗ്രഹങ്ങളെല്ലാം അറിയപ്പെടുന്നത്. ഇതാണ് ഒരു ദേവതയുടെ പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഒരു അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റൊന്നുമല്ല. ശുക്രനിലെ വിവിധ പ്രദേശങ്ങൾക്ക് പുരാണങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. അത്ര വലിയ പ്രധാനപ്പെട്ട പോയിന്റൊന്നുമല്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതാണ് ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ല. ഇത് ചോദിച്ച ചോദ്യമാണ്. ലക്ഷ്മി പ്ലാനം പീഠഭൂമി കാണപ്പെടുന്നത് എവിടെയാണ് ചോദിക്കും. ലക്ഷ്മി പ്ലാനം പീഠഭൂമി കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ
എവിടെയാണ്? ശുക്രനിലാണ്. അടുത്ത മാക്സ്വെൽ മോണ്ട് എന്ന് പറയുന്ന കൊടുമുടി, മാറ്റ് മോൺസ് അഗ്നിപർവ്വതം എന്നിവ കാണപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? ശുക്രനാണ്. ശുക്രനെ കുറിച്ച് നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം പഠിച്ചു കഴിഞ്ഞു.